ഹായ് ഓൾ, ഇന്നൊരു അവധി ദിവസമാണ്. ഇന്ന് നമ്മുടെ പണിമുടക്കിൻ്റെ അവധിയുള്ള ദിവസമാണ്. അപ്പം ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് അച്ചാറിടാനുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമ്മളിന്ന് പുട്ടും കടലക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പൊൻകതിറിൻ്റെ ഈ ഈസി മെയ്ഡ് പുട്ടുപൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. നമ്മൾ കുഴച്ച് സമയമൊന്നും കളയണ്ട, ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് സെറ്റ് ചെയ്തങ്ങ് വെച്ചാൽ മതി. 20 മിനിറ്റ് കഴിയുമ്പോൾ പുട്ടുപൊടി റെഡിയാവും. പിന്നെ കടലക്കറി വെച്ചത് നോർമലായിട്ടൊരു ബാച്ചിലർ കടലക്കറി പോലെ, അതായത് സാധാരണ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന ആ ടൈപ്പ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറിയൊന്നുമല്ല. ജസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് വഴറ്റിയിട്ട് തക്കാളി ഇട്ട് പിന്നെ നമ്മുടെ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ കടല ചേർക്കും. പിന്നെ കുറച്ച് കടല എടുത്ത് അരച്ചും ചേർക്കും. അങ്ങനെ ഒരു ഈസി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. 7, 8, 9, 10, 11, 12, 13, 14, 16, 17, 18, 19. ചമ്മന്തി ആക്കിയോ? അപ്പോൾ ജെഫ്രി രാവിലെ തന്നെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ അവൻ എഴുന്നേറ്റ് കിച്ചണിൽ വന്നിരിക്കാൻ ഭയങ്കര അത് കടലക്കറിയാണോ? കടലയാണോ എന്ന് ഉണ്ടാക്കിയിട്ടൊരു ചോറുണ്ടാക്കുന്നത്? ചോറല്ല, പുട്ടിനകത്ത് കടല ഇടാൻ പറ്റുമോ? എനിക്ക് അത് ഇഷ്ടമാണ്. എനിക്ക് കടല ഇഷ്ടമാണ്. എനിക്ക് കടലക്കറി കടലക്കറി നടന്നു പോവാ. കടലക്കറി നടന്നു പോവാ അല്ലേ അമ്മ? കടലക്കറി നടന്നു പോവാ അല്ലേ? അതെന്തിനാ അരയ്ക്കുന്നത്? അവനിപ്പം എല്ലാം ഇങ്ങനെ ഡൗട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. കറി വെക്കുന്നതിൻ്റെ പൊടികളുടെ പേരും കാര്യങ്ങളൊക്കെ അവനറിയാം. എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അത് അരയ്ക്കുവാണോ, അത് എടുക്കുവാണോ, ചിക്കൻ കറിയാണോ, പിന്നെ ഈ നമ്മൾ മസാല എപ്പോൾ വഴറ്റിയാലും ആകുമ്പോൾ ചോദിക്കും ചിക്കൻ കറിയാണോ വെക്കുന്നത്. മസാലയുടെ മണം അവൻ കറക്റ്റായിട്ട് അവനറിയാം. മിക്സ് ആക്കാൻ പോവാണോ? എനിക്ക് ഒരു കടലയും ഇട്ട് കൊടുത്ത അമ്മ. എന്തോ ഇത് കുറച്ച് ഒരു കടലയും ഇട്ട് കൊടുത്ത് ഒക്കെ ഇളക്കി ഒക്കെ പൊട്ടിട്ട്. സോ നമ്മുടെ ഈസി ആയിട്ടുള്ള കടലക്കറി റെഡിയായി. പ്രത്യേകിച്ച് അതിന് കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് കറിവേപ്പില മാത്രമില്ല. പിന്നെ നമുക്ക് ചൂട അച്ചാറുണ്ട്, ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ള, അയർലൻഡിന് കൊണ്ടുപോകാനുള്ള ചൂട അച്ചാർ. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ തീർന്നിരിക്കുന്നത്, അതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് 3 മാത്രം ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മീനിനകത്തിൽ പുരട്ടി വെക്കുവാണ്. ഈ മീനെ നമ്മൾ മേടിച്ചപ്പം അവർ ക്ലീനും കൂടെ ചെയ്ത് തരുന്ന മീനിൻ്റെ കടയിൽ നിന്ന് നമ്മൾ മേടിച്ചത്. അപ്പോഴും നമ്മൾ ഓർത്തു ഈ ക്ലീനിങ് ഒന്നും വേണ്ട, ജസ്റ്റ് കഴുകിയാൽ മാത്രം മതിയല്ലോ എന്നോർത്ത് അങ്ങനെ ഞാൻ വിചാരിച്ചു. എനിക്ക് 2 കിലോ മീനായിരുന്നു. അപ്പം നമ്മൾ അച്ചാറിടാൻ വേണ്ടി കഴുകാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കിനാണ് മനസ്സിലായത് അവർ ജസ്റ്റ് പാലും തലയും മാത്രം കട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതിൻ്റെ വയറിൻ്റെ ഭാഗം ക്ലീൻ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയായിരുന്നു. കുറേ നേരം കൊണ്ടാണ് ആ 2 കിലോ മീൻ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ സാധാരണ എണ്ണയ്ക്കകത്തിലത് ഒരു 10-20 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് വറുത്തെടുത്തു. അപ്പോൾ കുറേ തവണയായിട്ട് ഒരു 5-6 തവണ കൊണ്ട് മീൻ ഫുള്ള് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി. പിന്നെ നമ്മൾ അച്ചാറിടാൻ തുടങ്ങുക. നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കടുകും വെളുത്തുള്ളിയും മാത്രം ജസ്റ്റ് ഇട്ട് പൊട്ടിച്ചു. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത്, അരിഞ്ഞിട്ടല്ല, നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് അത് വഴറ്റി. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം. മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടിട്ട് നമ്മൾ നല്ലോണം അത് വഴറ്റും. ആ മഞ്ഞളിൻ്റെ നല്ല മണം വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ മുളക് പൊടി എടുത്തുള്ളൂ. കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നല്ല കളറുണ്ടാകും. എരിവങ്ങനെ വലിയ ഇതായിട്ട് എരിവ് കാണത്തില്ല. അച്ചാറിന് കുറച്ച് നല്ല കളറുണ്ടെങ്കിലല്ലേ ഒരു നല്ല അട്രാക്റ്റീവ് ആയിരിക്കത്തുള്ളൂ. സോ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ അതിനകത്തിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. വിനാഗിരി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വിനാഗിരി അത്രയും ഫുള്ള് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഉപ്പും ആഡ് ചെയ്തു.
ഉപ്പ് മീനിന് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളത് കറക്റ്റായിട്ട് ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനെടുത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി. പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. ചേച്ചി പോകുന്ന ദിവസം തന്നെ ഉച്ചയ്ക്കാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. രാവിലെയാണ് അരച്ച് വെച്ചത്. അരച്ച് വെക്കാൻ വേണ്ടി ജസ്റ്റ് തേങ്ങയും അരിയും ചോറുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈസ്റ്റും യൂസ് ചെയ്യും. കറക്റ്റ് 4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ള രീതിയിൽ റെഡി ആയിട്ട് വരുമേ.